അനധികൃത കയ്യേറ്റത്തിൻ്റെ പേരിൽ കൂരകൾ പൊളിച്ചു മാറ്റിയെങ്കിലും 12ാമത്തെ ദിവസം കർണാടക സർക്കാർ പാവങ്ങൾക്കെല്ലാം വീട് വെച്ച് നൽകുകയാണ്. അതിൻ്റെ പദ്ധതികൾ ഇന്ന് 1-ാം തീയതി തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഏതായാലും കർണാടകയിൽ നടന്നതിനെ CPMകാർ മാത്രം വിളിച്ചത് ബുൾഡോസർ രാജ് എന്നും മറ്റുള്ളവർ എല്ലാം അതിനെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്നുമായിരുന്നു വിളിച്ചത്. അതെന്തുമായിക്കൊള്ളട്ടെ, വീടില്ലാത്തവർക്കെല്ലാം ഇന്നു മുതൽ വീട് നൽകുകയാണ് കർണാടക സർക്കാർ. പക്ഷെ അങ്ങനെയുള്ളൊരു സർക്കാർ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ വിഷയം തീർത്തും കർണാടകയുടെ വിഷയമാകേണ്ടുന്നതിനെ കേരളത്തിൻ്റെ കൂടി ചർച്ചാ വിഷയമാക്കിയത് CPM ആണ്. വിശിഷ്യ മുഖ്യമന്ത്രിയും A റഹീമിൻ്റെ ഇംഗ്ലീഷ് നാടകവുമാണ്. കർണാടകത്തിലെല്ലാം ഭംഗിയായി അവസാനിച്ചതോടെ ചില യാഥാർത്ഥ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. വർഗീയ വിഷം ചീറ്റാൻ വേണ്ടി പോയ A റഹീം MP-യെ മനുഷ്യത്വം കൊണ്ടും സത്യം തിരിച്ചറിയാനുള്ള കഴിവുകൊണ്ടും തോൽപ്പിച്ചിരിക്കുകയാണ് യൂത്ത് ലീഗ് നേതാവ് ഷിബു മീരാൻ. അതായത് ഇംഗ്ലീഷ് ഭാഷയുടെ പേരിൽ ഇടത് MP A റഹീം ട്രോളുകൾ ഇങ്ങനെ ഏറ്റുവാങ്ങുകയാണ് ഇപ്പോഴും. യൂത്ത് ലീഗ് പ്രതിനിധി സംഘത്തോടൊപ്പം യലഹങ്ക സന്ദർശിച്ച ഷിബു മീരാനുമായി A റഹീമിനെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാകുന്നത്. ഷിബു മീരാന് ഒരുപാട് ബിരുദങ്ങളുടെ മാറാപ്പ് ചുമക്കാനൊന്നും ഇല്ല. ഇപ്പോൾ 40കളിലാണ് അയാൾ ആഗ്രഹിച്ച് ഒരു LLB ബിരുദം തന്നെ സ്വന്തമാക്കിയത് സ്വന്തം കഴിവുകൊണ്ട്. എന്നാൽ ഒരു ദേശീയ യുവനേതാവ് എങ്ങനെ ആവണമെന്ന് ഷിബു മീരാനും എങ്ങനെ ആവരുത് എന്ന് A റഹീമും കാട്ടിത്തന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു ഇർഷാദ് കുറിച്ചിരിക്കുന്നത്. ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നത് ദേശീയ നേതാവിന് വേണ്ട ബേസിക് ക്വാളിറ്റിയാണ്. വലിയ ബിരുദങ്ങളില്ലെങ്കിലും സ്വയപ്രയത്നത്താൽ ഷിബു മനോഹരമായി ഹിന്ദി സംസാരിക്കും, തെറ്റു പറയാൻ കഴിയാത്ത വിധം ഇംഗ്ലീഷും സംസാരിക്കും. ചോദ്യം ചോദിക്കുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉദ്ദേശിക്കുന്ന ആശയം വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ബംഗളൂരു സംഭവത്തെക്കുറിച്ച് യലഹങ്കയിൽ നടന്നത് ഒന്ന് കൃത്യമായി വിശകലനം ചെയ്താൽ മാത്രം മതി. അതായത് റഹീം യലഹങ്കയിൽ എത്തുന്നു, കുറച്ച് വിഷ്വലുകൾ ഷൂട്ട് ചെയ്ത് വൈകാരികതയ്ക്ക് ശ്രമിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ പ്രതിനിധി എന്ന നിലയിൽ ദേശീയ മാധ്യമങ്ങൾ അയാളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഉത്തരം പറയാൻ കഴിയാതെ പരിഹാസ്യനാവുന്നു റഹീം. അവിടെ കർണാടക അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. സർക്കാർ പ്രതിനിധികളെ അദ്ദേഹം കണ്ടിട്ടില്ല. റഹീമിന് ലഭിച്ച കൊട്ടേഷൻ വൈകാരികത ഇളക്കിവിടാനുള്ള വിഷ്വലുകൾ തയ്യാറാക്കുക, അതുപോലെ തന്നെ വർഗീയം പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ ഇടയ്ക്ക് കയറി അയാളൊരു ട്രോൾ മെറ്റീരിയലായി മാറുകയാണ് ചെയ്തത്. ഇനി ഷിബു മീരാൻ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നും ആ രീതി നമുക്ക് നോക്കാം. യൂത്ത് ലീഗ് പ്രതിനിധി സംഘത്തോടൊപ്പം യലഹങ്ക സന്ദർശിക്കുന്നു മീരാൻ. അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കി ന്യായീകരണം ചമക്കാതെ പുനരധിവാസം എന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ വെക്കുന്നു. അതുപോലെ KMCC മൈനോറിറ്റി കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം കർണാടകത്തിലെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയെ പോയി കാണുന്നു. ഒരു MP-യോ ഒരു ജനപ്രതിനിധിയോ അല്ല ഈ ഷിബു മീരാൻ എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. പുനരധിവാസം സർക്കാർ ലക്ഷ്യമാണെന്നും നാളെ തന്നെ നല്ല വാർത്ത കേൾക്കുമെന്നും സിദ്ധാരാമയ്യ യൂത്ത് ലീഗ് പ്രതിനിധികൾക്ക് ഉറപ്പ് നൽകുകയാണ്. അങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മനോഹരമായി അയാൾ കാര്യങ്ങൾ പറഞ്ഞു വെക്കുക മാത്രമല്ല, റഹീമിൻ്റെയും ജലീലിൻ്റെയും നാടകം എടുത്ത് ഭിത്തിയിലൊട്ടിക്കുകയും ചെയ്യുന്നു ഷിബു മീരാൻ. രാജ്യസഭാ MP എന്നുള്ള നിലയിൽ സർക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന റഹീം അതിന് ശ്രമിക്കാതെ വെറും നാടകം അഭിനയിച്ച് തിരിച്ചു പോയതിനെ മാന്യമായ ഭാഷയിൽ പരിഹസിക്കുന്നു. അധികാരമില്ലാത്ത പദവികളില്ലാത്ത ഷിബു മീരാൻ ഒരു വിവാദ വിഷയം വളരെ മനോഹരമായി കൈകാര്യം ചെയ്തതും റഹീം എന്ന MP എത്രമാത്രം പരിഹാസ്യനായി എന്നതും ചേർത്ത് വച്ച് നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും MP എന്ന പദവി നൽകിയത് കൊണ്ടൊന്നും ഒരാൾ മനുഷ്യനാകില്ല. മനുഷ്യനാകണമെന്ന പാട്ടുപാടി നടന്നാലും മനുഷ്യനാകില്ല. ഒരേ വിഷയം രണ്ടുപേർ കൈകാര്യം ചെയ്ത രീതി നോക്കിയാൽ അത് മനസ്സിലാകും. പദവികളല്ല രാഷ്ട്രീയത്തിൽ വേണ്ടത്, ധാർമ്മികതയാണ്. അത് മുറുകെ പിടിച്ചാൽ പദവികൾ തേടിയെത്തുക തന്നെ ചെയ്യും. ഏതായാലും കർണാടകയിൽ വിഷയം
വീട് നൽകി തന്നെ പരിഹരിച്ച സർക്കാരിനെ അഭിനന്ദിക്കുമ്പോൾ തന്നെ ഷിബു മീരാന്റെ മുന്നിൽ തകർന്നുപോയ റഹീമിനെ ഒരിക്കലും കേരളം മറക്കില്ല.